പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കുറെ കാര്യങ്ങളെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. നമ്മൾ സൊല്യൂഷൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. മൈനർ കമ്പോണന്റിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിച്ചു, മേജർ കമ്പോണന്റിനെ നമ്മൾ സോൾവെന്റ് എന്ന് വിളിച്ചു. സോ ദാ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ അത് നമുക്ക് എങ്ങനെ പറയാം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനു വേണ്ടി ഇതാ നമ്മൾ 2 ബീക്കർ എടുത്തു, അല്ലെങ്കിൽ 2 ഗ്ലാസ് എടുത്തു അല്ലെ. വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്? വാട്ടർ ആഡ് ചെയ്യാണ്. യെസ്, ഈക്വൽ എമൗണ്ട് വാട്ടർ നമ്മൾ രണ്ടിലും എടുത്തിരിക്കുകയാണ്. അതായത് നമ്മുടെ സോൾവെന്റിനെ നമ്മൾ എടുത്തു അല്ലെ. അതിനകത്തേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാണ്? യെസ്, നമ്മൾ എന്തെങ്കിലും സോൾട്ട് ആണെങ്കിൽ സോൾട്ട്, ഷുഗർ ആണെങ്കിൽ ഷുഗർ അല്ലെ. നമുക്ക് സോൾട്ടോ ഷുഗറോ ആഡ് ചെയ്യാം. രണ്ടും എന്താണ്? യെസ്, നമ്മുടെ സൊല്യൂട്ട് ആണ് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഒരു ബീക്കറിലേക്ക്, നമ്മുടെ ഫസ്റ്റ് ബീക്കറിലേക്ക് നമ്മൾ 1 സ്പൂൺ മാത്രമാണ് സൊല്യൂട്ട് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. അത് സോൾട്ട് ആവട്ടെ ഷുഗർ ആവട്ടെ, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമ്മൾ ഒരൊറ്റ സ്പൂൺ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ സെക്കൻഡ് ബീക്കറിലേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, ഒരു 10 സ്പൂൺ അല്ലെ, ഒരു 10 സ്പൂൺ, ഒരു 10 സ്പൂൺ ഷുഗർ നമ്മൾ ആഡ് ചെയ്തു, അല്ലെങ്കിൽ സോൾട്ട് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മളുടെ 2 ബീക്കറിലും നമ്മൾ ഈക്വൽ എമൗണ്ട് ആണ് വാട്ടർ എടുത്തിരിക്കുന്നത് അല്ലേ. അതായത് സോൾവെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സഡ് ആണ്. അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു? സൊല്യൂട്ട് ആഡ് ചെയ്തു. സോൾട്ട് ആവട്ടെ ഷുഗർ ആവട്ടെ, നമ്മുടെ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്തു. ഫസ്റ്റ് ബീക്കറിൽ നമ്മൾ ഒരൊറ്റ സ്പൂൺ ആണ് ആഡ് ചെയ്തതെങ്കിൽ സെക്കൻഡ് ബീക്കറിലേക്ക് നമ്മൾ 10 സ്പൂൺ അല്ലെ, 10 സ്പൂൺ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എടുത്ത് ചോദിക്കുകയാണ്, ഇതിൽ ഏതാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ? രണ്ടും സൊല്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലേ. ആ സൊല്യൂട്ട് നമ്മുടെ സോൾവെന്റിൽ അങ്ങോട്ട് ഡിസോൾവ് ആവും, അപ്പൊ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അത് രണ്ടിനകത്ത്, ആ 2 സൊല്യൂഷൻസിൽ ഏതാണ് കോൺസെൻട്രേറ്റഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, നമ്മൾ എല്ലാവരും ഡെഫിനറ്റ്ലി നമ്മൾ പറയും ഈ സെക്കൻഡ് ബീക്കറിലുള്ളതാണെന്ന് അല്ലെ, സെക്കൻഡ് ഗ്ലാസ്സിലുള്ളതാണെന്ന് നമ്മൾ പറയും. നമുക്ക് അറിയാം അത്. കാരണം എന്താണ്? യെസ്, അതിനകത്താണ് കൂടുതൽ എമൗണ്ട് സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരൊറ്റ സ്പൂൺ ആണെങ്കിൽ ഇതിൽ 10 സ്പൂൺ ആണ് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തത്. സോ നമുക്ക് പറയാൻ പറ്റും ഇതാണ് കോൺസെൻട്രേറ്റഡ് ഫോം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ പോയിന്റ് അല്ലെ, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കോൺസെൻട്രേഷൻ പറയുന്നത് എപ്പോഴും എന്തിന്റെ ടേംസിലാണ്, അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? യെസ്, നമ്മളുടെ സൊല്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. നമ്മളുടെ സൊല്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ പറയുന്നത്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയേ, സൊല്യൂട്ട് കൂടുതൽ ആഡ് ചെയ്തതിന് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. സൊല്യൂട്ട് കുറവാണെങ്കിൽ അത് കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും. സോ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇതേ ഒരു 2 ബീക്കറിനകത്ത് സൊല്യൂഷൻസ് കാണുന്നുണ്ട് അല്ലെ. നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് മിക്സ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വാട്ടറിൽ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, യെസ്, ഇതിനകത്ത് എന്താണ്? കുറച്ചും കൂടെ എന്താണ്? കളർ കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ രണ്ടാമത്തെ ഈ ബീക്കറിന് അത്രയും കളർ കാണുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഇതിനകത്ത് കൂടുതൽ എന്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും? ഈ പറഞ്ഞ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് സൊല്യൂട്ട് കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ അത്രയും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ സൊല്യൂട്ട് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ എങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ അകത്ത് ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് അത് മാസിലാവാം, അത് വോളിയത്തിലാവാം, എന്തിലാണെങ്കിലും ആ ഒരു സൊല്യൂഷനിലുള്ള നമ്മുടെ സൊല്യൂട്ടിന്റെ എമൗണ്ട് നോക്കിയിട്ടാണ് നമ്മൾ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ഗിവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതന്നെ നമുക്ക് എങ്ങനെ പറയാം? യെസ്, എങ്ങനെ പറയാം? ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെന്റ്. കേട്ടോ, അവിടെയും മാസ് ആവാം, വോളിയം ആവാം. നമുക്ക് മാസിലും വോളിയത്തിലും എന്ത് കണക്കാക്കാം? സൊല്യൂഷന്റെ അല്ലെങ്കിൽ സോൾവെന്റിന്റെ മെഷർമെന്റ് അല്ലെ, അതിന്റെ ആ ഒരു യെസ് എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് മാസിലും പറയാം, വോളിയത്തിലും പറയാം. അപ്പൊ അതിനകത്ത് ആ ഒരു ഫിക്സഡ് എമൗണ്ടിനകത്ത് എത്ര സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. അപ്പൊ സൊല്യൂട്ട് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആളല്ലേ. കുറച്ചേ ഉള്ളെങ്കിലും നമ്മൾ പറയുന്ന സമയത്ത് സൊല്യൂട്ട് എന്താണ്? മൈനർ കമ്പോണന്റ് ആണ് അല്ലെ. പക്ഷെ അതാണ് ആ സൊല്യൂട്ടിന്റെ അളവിനനുസരിച്ച്, അതിന്റെ എമൗണ്ടിനനുസരിച്ചാണ് യെസ് നമ്മളുടെ
സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നത്, മാറുന്നത്. പക്ഷേ നമ്മുടെ സോൾവെന്റ് അല്ലെങ്കിൽ ആ സൊല്യൂഷന്റെ ആ ഒരു അളവുണ്ടല്ലോ, നമ്മൾ എമൗണ്ട് പറയുമല്ലോ, അതെന്താവണം, ഈക്വൽ ആവണം അല്ലേ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈക്വൽ എമൗണ്ട് അല്ലേ, അതായത് സോൾവെന്റ് നമ്മുടെ വാട്ടർ ഈക്വൽ എമൗണ്ട് ആണ്, അതിൽ ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂട്ട് ആണ് എന്തുള്ളത്, യെസ് ഡിഫറെന്റ് എമൗണ്ട് ആയിട്ട് നമ്മൾ എടുത്തത്. അപ്പൊ ആ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എടുത്തിട്ടുള്ള ഈ സൊല്യൂഷൻസിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ, ഈ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്, രണ്ട് രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ. യെസ്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു സൊല്യൂഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് മാസിൽ പറയാം, നമുക്ക് വോളിയത്തിൽ പറയാം അല്ലേ. അപ്പൊ സൊല്യൂഷൻ മാസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം? യെസ്, നമ്മൾ ആ സമയത്ത് മാസ് ഓഫ് സൊല്യൂട്ടിന്റെ മാസിനെ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ അല്ലെ, സൊല്യൂഷന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ആണ്. കാരണം ഇത്രയേ ഉള്ളൂ, എന്താണ്, യെസ് നമ്മൾ സൊല്യൂഷന്റെ മാസ് ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ഒരു വഴിയാണ് അല്ലെ, ഒരു മെത്തേഡ് ആണ്. നെക്സ്റ്റ് എന്താണ്, ഈ പറഞ്ഞ മാസിന് പകരം നമുക്ക് സൊല്യൂഷന്റെ വോളിയം ആണ് തന്നിട്ടുള്ളത് എന്ന് വിചാരിക്കുക, സൊല്യൂഷന്റെ വോളിയം ആണ് തന്നിട്ടുള്ളത്. അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ് അല്ലെ, അതായത് മാസ് ഓഫ് സൊല്യൂട്ടിന്റെ മാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സൊല്യൂഷന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ രണ്ട് മെത്തേഡും സിമ്പിൾ ആണ്. ഒന്നാമത്തേൽ നമ്മൾ ചെയ്യേണ്ടത് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷന്റെ മാസ് ആണ് ക്വസ്റ്റ്യനിൽ ഉള്ളതെങ്കിൽ അത് വെച്ചല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഈ ഇൻറ്റു 100. രണ്ടാമത്തേത് എന്താണ്, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അവിടെ നമ്മുടെ സൊല്യൂഷന്റെ വോളിയം ആയിരിക്കും എന്ത് തന്നിട്ടുണ്ടാവുക, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. രണ്ടും എന്താണ്, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. യെസ്, അതിന് മുമ്പ് ഇതാ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ന്യൂസ് ഉണ്ട്. യെസ്, നമ്മുടെ നിഞ്ച ബാച്ചും ഒക്കെ അറിയായിരിക്കും അല്ലേ, കുറേ പേരൊക്കെ ഓൾറെഡി നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ആരെങ്കിലും ഒക്കെ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു പുതിയ ഓഫർ ഉണ്ട് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. യെസ്, നമ്മുടെ ഓഗസ്റ്റ് 15 അല്ലെ, ഓഗസ്റ്റ് 15ന്റെ ഉള്ളിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 20% ഓഫ് ഉണ്ടായിരിക്കും, ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാ ഈ കാണുന്ന ഫ്രീഡം 20 എന്ന് പറയുന്ന കോഡ് നിങ്ങൾക്ക് ആപ്പിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക, നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങളൊക്കെ ചാപ്റ്ററൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ, ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് എടുത്തും കൂടെ എന്ത് ചെയ്യുക, ഈ കാര്യം ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. യെസ്, നമ്മുടെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ സൊല്യൂഷൻ കണ്ടെയ്ൻസ് 40 gram ഓഫ് കോമൺ സോൾട്ട് ഇൻ 320 gram ഓഫ് വാട്ടർ. ഓക്കെ, 40 gram ഓഫ് കോമൺ സോൾട്ട് എന്തിലാണ്, 320 gram ഓഫ് വാട്ടർ അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മാസ് ബൈ മാസ് പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ. യെസ്, ഓഫ് ദ സൊല്യൂഷൻ. ഈ തന്നിട്ടുള്ള സൊല്യൂഷന്റെ മാസ് ബൈ മാസ് പെർസെൻറ്റേജ് അല്ലേ, അതിന്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ നോക്കണം അല്ലേ. ഫസ്റ്റ് എന്താണ്, കോമൺ സോൾട്ട് വാട്ടറിലാണ് ഡിസോൾവ് ചെയ്തിട്ടുള്ളത്. സോ കോമൺ സോൾട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ സൊല്യൂട്ട് ആയിരിക്കും അല്ലേ. അപ്പൊ അതിന്റെ മാസ് നമുക്ക് ഇവിടെ എഴുതാം, മാസ് ഓഫ് സൊല്യൂട്ടിന്റെ മാസ് ഇവിടെ എത്രയാണ്, 40 gram. യെസ്, നമുക്ക് തന്നതാണ് അല്ലേ. നെക്സ്റ്റ് തന്നിട്ടുള്ളത് 320 gram ഓഫ് വാട്ടർ. അങ്ങനെ പറയുന്ന സമയത്ത് അത് എന്തല്ല, യെസ് നമ്മുടെ സൊല്യൂഷന്റെ മാസ് അല്ല, പകരം സോൾവെന്റിന്റെ മാസ് ആണ് അല്ലേ. സോ നമുക്ക് അവിടെ എഴുതാം മാസ് ഓഫ് സോൾവെന്റ്. യെസ്, സോൾവെന്റിന്റെ മാസ് ആണ് അല്ലെ. മാസ് ഓഫ് സോൾവെന്റ് ഈസ് ഈക്വൽ ടു 320 gram. 320 gram ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്കറിയാം മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ് അല്ലെ. സോ മാസ് ഓഫ് സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. മാസ് ഓഫ് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ, മാസ് ഓഫ് സൊല്യൂഷന്റെ മാസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, യെസ് നമുക്കറിയാം സൊല്യൂട്ടും സോൾവെന്റും ചേർന്നതാണ് സൊല്യൂഷൻ. സൊല്യൂട്ടിന്റെ മാസ് എന്ന് പറയുന്നത് 40 gram ആണ്.
പ്ലസ് സോൾവെന്റിൻ്റെത് എന്ന് പറയുന്നത് 320 gram ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് എത്ര കിട്ടും നമുക്ക്? യെസ്, 360 gram. യെസ്, അപ്പൊ നമുക്ക് വേണ്ട രണ്ടാളുകളെയും നമുക്ക് കിട്ടി. സൊല്യൂട്ടിന്റെ മാസ് കിട്ടി, സൊല്യൂഷന്റെ മാസും നമുക്ക് കിട്ടി. ഡയറക്റ്റ് ആയിട്ട് കിട്ടിയതല്ല, ഇവിടെ സോൾവെന്റിന്റെ മാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും മാസും തമ്മിൽ എന്ത് ചെയ്തതാണ്? ആഡ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് സൊല്യൂഷന്റെ മാസ് കിട്ടി അല്ലേ? ഇനി നമുക്ക് മാസ് ബൈ മാസ് പെർസെന്റേജ് കണ്ടുപിടിച്ചൂടെ? നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ ചെയ്യാ? മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്ന സമയത്ത് അത് എത്രയാണ്? 40 gram ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് അത് 360 gram ആണ് ഇൻറ്റു 100. യെസ്, ഇങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്ത് വരും നമുക്ക്? യെസ്, നമുക്കറിയാം അല്ലേ, ഇത് നമ്മൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് 9 എന്ന് കിട്ടും. യെസ്, 100/9 എന്ന് പറയുന്ന സമയത്ത് അത് എത്രയാണ്? യെസ്, 11.1% എന്ന് നമുക്ക് പറയാം അല്ലേ? അപ്പോൾ ഈ തന്നിട്ടുള്ള ഈ ഗിവൺ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ മാസ് ബൈ മാസ് പെർസെൻറ്റേജിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് എത്രയാണെന്ന് കിട്ടി നമുക്ക്? 11.1% ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട ഡാറ്റാസ് ഒക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ട് അല്ലേ? പക്ഷെ അത് എന്തല്ല, ഡയറക്റ്റ് ആയിട്ടല്ല തന്നിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ സൊല്യൂട്ടിൻ്റെ നമുക്ക് കിട്ടി, സോൾവെന്റിൻ്റെതും നമുക്ക് കിട്ടി. ഈ പറയുന്ന സൊല്യൂഷൻ്റെത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. സൊല്യൂട്ടും സൊല്യൂഷൻ്റെയും മാസിനെ കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. എന്നിട്ട് 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെസ്, എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. യെസ്, ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ ടോപ്പിക്ക് ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട 2 കാര്യങ്ങളും കൂടെ മിസ് പറഞ്ഞു തരാം. അത് നമ്മുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷനും അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനും അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിതാ എന്ത് ചെയ്യാണ്? ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്തു കേട്ടോ, അതിലേക്ക് നിങ്ങൾ ഷുഗർ ആഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? സ്റ്റിർ ചെയ്തു. ആ ഷുഗർ അതിനകത്ത് ഡിസോൾവ് ആവും അല്ലേ? എഗെയിൻ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നു. യെസ്, അതൊക്കെ ഡിസോൾവ് ആവുന്നു. എഗെയിൻ ആൻഡ് എഗെയിൻ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് അല്ലേ? അപ്പോൾ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. എത്ര നിങ്ങൾ സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് അതിനകത്ത് എന്താവില്ല? ഡിസോൾവ് ആവത്തില്ല. അതിങ്ങനെ ഡിസോൾവ് ആവാതെ അവിടെ കിടക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യെസ്, അതിൽ കൂടുതൽ സൊല്യൂട്ടിനെ നമുക്ക് അതിൽ ഡിസോൾവ് ചെയ്യിക്കാനേ പറ്റില്ല അല്ലേ? നോ മോർ സൊല്യൂട്ട് ഡിസോൾവ്സ്. നമ്മൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് എന്ത് ചെയ്യുന്നില്ല? ഡിസോൾവ് ആവുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു സൊല്യൂഷനെ, നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? when no more solute can be dissolved in a solution at given temperature അല്ലേ? നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? യെസ്, നോ മോർ സൊല്യൂട്ട് അല്ലേ? കൂടുതൽ സൊല്യൂട്ട് നമുക്ക്, അതിൽ കൂടുതൽ സൊല്യൂട്ട് നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാനേ പറ്റുന്നില്ല. ആ ഒരു കണ്ടീഷനിലുള്ള സൊല്യൂഷനെ നമുക്ക് എന്ത് വിളിക്കാം? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് നമുക്ക് വിളിക്കാം. the amount of solute present in the saturated solution at this temperature is called as solubility. ഈ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കി, നമ്മളെ കയ്യിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് ഉള്ളത് അല്ലേ? അതിലുള്ള ആ ഒരു സൊല്യൂട്ടിന്റെ എമൗണ്ട് ഉണ്ടല്ലോ, അതിൽ ഡിസോൾവ് ആയി കിടക്കുന്ന സൊല്യൂട്ടിന്റെ എമൗണ്ട് ഉണ്ടല്ലോ, അതായിരിക്കും എന്ത്? നമ്മളുടെ സോലബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോലബിലിറ്റി എന്നറിയപ്പെടുന്നത് എന്തായിരിക്കും? യെസ്, ആ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആയിരിക്കും പ്രസന്റ് ഇൻ ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാവുന്നതിന്റെ, അത് പ്രിപ്പയർ ആക്കുന്നതിന്റെ തൊട്ട് മുമ്പേ വരെയുള്ള സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ആഡ് ചെയ്യാൻ പറ്റും? അതിൻ്റെ അകത്ത് സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആ സൊല്യൂട്ടൊക്കെ അതിനകത്ത് എന്താവുന്നുണ്ട്? ഡിസോൾവ് ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ എഗെയിൻ ആൻഡ് എഗെയിൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? മോർ സൊല്യൂട്ട് ഡിസോൾവ്സ്, വീണ്ടും വീണ്ടും സൊല്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസോൾവ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ആ കണ്ടീഷനിലുള്ള, നമ്മുടെ സാച്ചുറേറ്റഡ് കണ്ടീഷൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇഫ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് കണ്ടെയ്ൻഡ് ഇൻ എ സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ ദ സാച്ചുറേഷൻ ലെവൽ, അതായത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആവുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള ലെവൽ വരെയാണ് നമ്മുടെ സൊല്യൂഷൻ ഉള്ളത്. വീണ്ടും വീണ്ടും നമുക്ക് സൊല്യൂട്ട് അതിനകത്ത് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുമല്ലേ? ആ കണ്ടീഷനെയാണ് നമ്മൾ വിളിക്കുന്നത്, ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. യെസ്, ഇനി ഒരൊറ്റ പോയിന്റ് കൂടെ നമ്മൾ പറയാം, നമ്മളെ ടെക്സ്റ്റിലൊന്നും ഇല്ല, എന്നാലും ഓർത്ത് വയ്ക്കാം. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ കയ്യിൽ ആദ്യം ഉള്ളത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ് അല്ലേ? അതിലേക്ക് നമുക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ കൂടുതൽ സൊല്യൂട്ട് അതിനകത്ത് ഡിസോൾവ്
ചെയ്യിക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു? ബോയിൽ ചെയ്യിക്കുക അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യിക്കുക എന്ന് വിചാരിക്കുക. അതായത് ടെമ്പറേച്ചർ ഒന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ എഗെയിൻ ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂട്ട് ഉണ്ടല്ലോ, ആ സൊല്യൂഷനിലേക്ക് ഡിസോൾവ് ആവാൻ തുടങ്ങും. അതായത് നമ്മളുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് മാറാൻ തുടങ്ങും. അതായത് കൂടുതൽ സൊല്യൂട്ട് അതിൽ എന്താവും? ഡിസോൾവ് ആവും. എപ്പോൾ മാത്രം? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം. അപ്പം നമുക്ക് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്, അതും കഴിഞ്ഞ് അല്ലെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സൊല്യൂഷൻ്റെ ഭാഗത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ മക്കൾ ഓർത്ത് വയ്ക്കുക. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.